ഫ്രണ്ട്സ്, ഇന്ന് പപ്പായയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതെൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ പപ്പായ മരമാണ്. ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള മൂത്ത രണ്ടെണ്ണം ഞാനിപ്പോൾ അറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, ഒരു 100 എണ്ണെങ്കിലും ഇതിന്മേ മരത്തുമ്മലുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലൊരു പപ്പായ മരമെങ്കിലും വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ മുടിക്കായിക്കോട്ടെ, കണ്ണിനായിക്കോട്ടെ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ തൊലിക്കൊക്കെ ഏറ്റവും നല്ല സാധനം കേട്ടോ ഈ പപ്പായ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 എണ്ണം അറുത്ത് മാറ്റി വെച്ചു എന്ന്. ഇതാണ് കേട്ടോ അത്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഒരു വളമോ ഒന്നും ഇട്ട് കൊടുക്കാതെ തന്നെ വളർന്നു വരുന്ന ഒരു മരമാണ് കേട്ടോ പപ്പായ മരം. സോ എല്ലാവരും സ്വന്തം വീട്ടിൽ ഒരു പപ്പായ മരമെങ്കിലും നട്ടു വളർത്താൻ നോക്കുക. ഇതിന് തോലൊക്കെ ചെത്തിക്കളഞ്ഞ്, എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാട്ടോ പപ്പായ. പഴുത്ത് കേട്ടോ, കറി വെച്ചാലൊന്നും അവർക്ക് വല്ലാണ്ട് കഴിക്കില്ല. പഴുത്ത് നല്ല ഇഷ്ടമാണ്. കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. നടു മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ്, കണ്ടില്ലേ, കുരുവൊക്കെ കളഞ്ഞ് ഈ കുരു ഞാൻ വീണ്ടും നമ്മൾ തൊടിയിലേക്ക് അങ്ങോട്ട് എറിയാട്ടോ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു 8-10 ദിവസം കൊണ്ട് അവിടെയൊക്കെ മുളച്ച് വരുന്നതാണ്. അങ്ങനെ ഒരു മരം പോയുമ്പോഴേക്കും മറ്റൊരു മരം അവിടെ വളർന്ന് റെഡിയാവും. അതാണ് അതിൻ്റെ ഒരു മെച്ചം. നല്ല മധുരമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നഴ്സറികളിലൊക്കെ കിട്ടും. 30 രൂപയുള്ള ഒരു തൈയിന്, റെഡ് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള. അതാകുമ്പോൾ വലിയ പൊക്കൊന്നും ഉണ്ടാകത്തില്ല മരം. അങ്ങനത്തെ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നോക്കാം കേട്ടോ. കണ്ടില്ലേ.